ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്കി ബ്രോ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു യൂസ്ഡ് ഐഫോൺ മേടിച്ചു. അപ്പോൾ യൂസ്ഡ് ഐഫോൺസ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും അതുപോലെ തന്നെ ഒരു യൂസ്ഡ് ഐഫോൺ നല്ല വിലക്കുറവിൽ നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് മേടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. ക്യാഷ്ഫേ എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് വഴിയാണ് ഞാൻ എൻ്റെ ഈ ഒരു ഫോൺ ഓർഡർ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ ക്യാഷ്ഫേ എന്ന് പറയുന്ന അവരുടെ സർവീസിൻ്റെ ഒരു റിവ്യൂവും കൂടെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനുശേഷം നിങ്ങളൊരു യൂസ്ഡ് ഐഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. 3 കാരണമാണ് ഞാൻ ക്യാഷിഫൈ സെലക്ട് ചെയ്തത് എൻ്റെ ഈ ഒരു യൂസ്ഡ് ഫോൺ മേടിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് അവർ 32 പോയിൻ്റ് ക്വാളിറ്റി ചെക്കിന് ശേഷമാണ് അവരുടെ ഓരോ ഫോണും ഡെലിവർ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് റീപ്ലേസ്മെൻ്റ് ആണ്. 15 ദിവസത്തെ റീപ്ലേസ്മെൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിന് അധികമായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളല്ല എന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റിന് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് 15 ദിവസത്തിനുള്ളിൽ. ഡെലിവറിക്ക് ശേഷം 15 ദിവസം. 6 മാസത്തെ വാറണ്ടി കൂടെ ഈ ഒരു ടീം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ്ഫേ കോൺടാക്റ്റ് ചെയ്തിട്ട് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാഷ്ഫേയിൽ 3 ക്വാളിറ്റിയിലാണ് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് ഗുഡ്, പിന്നൊന്ന് ഫെയർ, അതിനുശേഷം സൂപ്പർബ്. ഞാൻ മേടിച്ചൊരു ഐഫോൺ 12 ആണ്. എല്ലാ ഓഫേഴ്സും കഴിഞ്ഞിട്ട് എനിക്ക് ഏകദേശം 30,799 രൂപയ്ക്കാണ് ഈ ഒരു ഫോൺ ലഭിച്ചത്. അപ്പോൾ അതിൽ ഒരു കൂപ്പൺ കോഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ റീപേയ്മെൻറ്റിന് ഏകദേശം 3% ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഞാൻ ക്യാഷ്ഫേ റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു യൂസ്ഡ് ഫോൺ മേടിക്കുമ്പോൾ നിങ്ങളായിട്ട് തന്നെ റിസർച്ചും കാര്യങ്ങളും ചെയ്തതിന് ശേഷം എവിടെ നിന്ന് മേടിക്കണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. കാരണം ക്യാഷ്ഫേ പോലുള്ള വെബ്സൈറ്റുകൾ കാര്യങ്ങളുണ്ട്, ഇല്ല ഇൻസ്റ്റാഗ്രാം പേജുകളുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറുകളിലും നിങ്ങൾക്ക് യൂസ്ഡ് ഫോൺസ് മേടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ഒരു റീപ്ലേസ്മെൻറ്റ് പോളിസി 15 ദിവസത്തേക്ക് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഹാർഡ്വെയർ പരമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ക്യാമറയിൽ സ്ക്രാച്ചോ അല്ലെങ്കിൽ പെയിൻറ്റ് പോവുക അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് ശേഷം 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ ഒരു റീപ്ലേസ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഇഷ്യൂവിന് 15 ദിവസത്തെ ആ ഒരു വിൻഡോ അവൈലബിൾ അല്ല. അത് നിങ്ങൾക്ക് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോയാലേ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ അവർ ഡയറക്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നില്ല അത്തരത്തിലുള്ള കാര്യം. ഇനി നമ്മൾ യൂസ്ഡ് ഐഫോൺ മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. ആദ്യം ഒരു ഫിസിക്കൽ ടെസ്റ്റാണ്. അതായത് ഫോൺ ഡെലിവർ ആയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും സ്ക്രാച്ചോ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇവരുടെ ഞാൻ പറഞ്ഞല്ലോ 3 ടൈപ്പ് ഉണ്ട്, ഗുഡ്, ഫെയർ, സൂപ്പർബ്. ഇതിൽ സൂപ്പർബിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൈക്ക് ന്യൂ എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഇല്ലാത്ത ടൈപ്പ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു നല്ല ബെസ്റ്റ് പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു വിധത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും അതിലില്ല. അതുപോലെ തന്നെ ഇനി ഫെയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ക്രാച്ചുകൾ ഉണ്ടാവും. ഗുഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ഫെയർ കുറച്ചുകൂടെ കൂടുതൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫിസിക്കൽ ഇൻസ്പെക്ഷന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഐഫോൺ ജെന്യുവിൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട കാര്യമുണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആപ്പിളിൻ്റെ കവറേജ് വെബ്സൈറ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതാ ഈ ഒരു വെബ്സൈറ്റാണ് ഈ ഒരു ആപ്പിൾ കവറേജ് വെബ്സൈറ്റ്. ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഒരു ഫോൺ ജെന്യുവിൻ ആണോ അല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെറ്റിങ്സ് പോവുകയാണ്. അതിൽ ജനറലിൽ പോവുക. അതിനുശേഷം എബൌട്ട് എന്നുള്ള സെക്ഷനിൽ വരിക. ഇവിടെ ഈ സീരിയൽ നമ്പർ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, സീരിയൽ നമ്പർ കാണാം, ഐഫോൺ 12 ആണെന്ന് കാണാം, പർച്ചേസ് ഡേറ്റ് കാണാം, അതുപോലെ തന്നെ കവറേജ് എക്സ്പയർ ആയിട്ടുണ്ടെന്ന് കാണാം. അതിനുശേഷം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേയിൽ ട്രൂ ടോൺ വർക്കിംഗ് ആണോ എന്ന് നോക്കണം. അതുപോലെ തന്നെ നൈറ്റ് മോഡ് വർക്കിംഗ് ആണോ എന്ന് നോക്കണം. കാരണം പല ഐഫോണുകളും ഡിസ്പ്ലേ മാറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ജെന്യുവിൻ ഡിസ്പ്ലേ അല്ല ഉപയോഗിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും വർക്ക് ചെയ്യാനുള്ള സാധ്യത ഇല്ല. ട്രൂ ടോണിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ പോവുക. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ട്രൂ ടോൺ. ഈ ട്രൂ ടോൺ ഓഫായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കളർ ഡിഫറൻസ് വരുന്നത് കാണാം. അങ്ങനെ ഡിഫറൻസ് വരുന്നുള്ളതെന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഓൺ ആക്കുന്നതിനനുസരിച്ചിട്ട് കളറിൽ ആ ഒരു മാറ്റം കാണാൻ കഴിയും.
അതുപോലെ തന്നെ ഈ ഒരു നൈറ്റ് ഷിഫ്റ്റും ഓഫ് ഓണോ ആക്കുന്നതിനനുസരിച്ചിട്ട് ഡിസ്പ്ലേയിലെ ചേഞ്ച് വരുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി ഹെൽത്ത് കാണാൻ കഴിയും. ഇവിടെ ബാറ്ററി ഹെൽത്ത് 100% ആണ് കാണിക്കുന്നത്. പക്ഷേ 2020 നവംബറിലാണ് മേടിച്ചതെന്നാണ് നമുക്ക് ആ പർച്ചേസ് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഈ 100% എന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സോഫ്റ്റ്വെയർ വെച്ചിട്ട് ചെക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അവസാനം പറഞ്ഞുതരാം. ഫോണിൻ്റെ എല്ലാ കാര്യങ്ങളും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഐഫോണിൽ നമുക്ക് ഡോക്ടർ ഫോൺ പ്ലസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം വേണ്ട കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ഇൻട്രാക്ട് എന്നുള്ള ഭാഗത്ത് ഈ സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ ചെക്ക് ചെയ്യും. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെക്കുകൾക്കൊക്കെ ശേഷം ഞാൻ 3U ടൂൾസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. ആ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു ഐഫോണിൽ എന്തെങ്കിലും പാർട്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ അത്തരത്തിലുള്ള ഫുൾ ഡീറ്റെയിൽസ്, ഒരു ഫുൾ റിപ്പോർട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ ഐഫോൺ ജെനുവിൻ ആണ്, അതുപോലെ തന്നെ എല്ലാ പാർട്സും ഓക്കെ ആണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3U ടൂൾസിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും സ്ക്രീൻ ഉണ്ടാവുക. ഇത്തരത്തിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ഐഫോണ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സക്സസ്ഫുൾ ടു കണക്ട് iDevice എന്ന് കാണിക്കും. അതിനുശേഷം ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ലോഡാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ട്രസ്റ്റഡ് ഡിവൈസ് കൊടുത്തിരിക്കണം, എങ്കിൽ മാത്രമേ ഈ ഒരു ഡീറ്റെയിൽസ് വരുള്ളൂ. നിങ്ങളുടെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിലൊരു പോപ്പപ്പ് ചോദിക്കും, അവിടെ ട്രസ്റ്റഡ് ഡിവൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ പറ്റും. ഏതാണ് OS വേർഷൻ, അതുപോലെ തന്നെ ബ്രോക്കൺ ആണോ ആക്ടിവേറ്റഡ് ആണോ, പ്രൊഡക്റ്റ് ഏതാണ്, അതുപോലെ തന്നെ മോഡൽ ഏതാണ്, IMEI നമ്പർ, സീരിയൽ നമ്പർ, അത്തരത്തിൽ ബാഷ് അനാലിസിസ്, പിന്നെ ആപ്പിൾ ID ലോക്കാണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. ഇത് ആപ്പിൾ ID ലോക്ക് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേസ് ID ഒക്കെ എനേബിൾ ചെയ്താണ്. ഇപ്പോൾ പ്രൊഡക്ഷൻ ഡേറ്റ്, വാറണ്ടി സ്റ്റാറ്റസ്, പിന്നെ CPU അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതിനുശേഷം ഇവിടെ iDevice ഡീറ്റെയിൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇപ്പം നിലവിൽ എത്രയുണ്ട് ബാറ്ററി, അതുപോലെ തന്നെ ബാറ്ററി ഹെൽത്ത് എത്രയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഞാൻ മുമ്പ് കാണിച്ച പോലെ ഫോണിൽ ബാറ്ററി ഹെൽത്ത് നോക്കിയപ്പോൾ 100% ആയിരുന്നു, പക്ഷേ ഇവിടെ 86 ഉള്ളൂ. അപ്പോൾ ഞാൻ ഐഫോണിൻ്റെ ഒരു സർവീസ് സെൻറ്ററിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബാറ്ററി ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് എന്നുള്ളതാണ്. കാരണം 4 കൊല്ലം മുമ്പ് മേടിച്ചൊരു ഐഫോൺ ഒരിക്കലും 4 കൊല്ലത്തിന് ശേഷം 100% ബാറ്ററി ഹെൽത്ത് കാണിക്കില്ല. അപ്പോൾ ഇതവർ പറഞ്ഞത് ഇവഞ്ച്വലി ചേഞ്ച് ആയിട്ട് വരും എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ അവർ സോഫ്റ്റ്വെയർ മാനിപ്പുലേഷൻ ചെയ്തിട്ട് എല്ലാം ഓക്കെയാണ് എന്നുള്ള രീതിയിൽ കാണിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ വെരിഫിക്കേഷൻ റിപ്പോർട്ട് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിൽ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഹാർഡ്വെയർ ഡീറ്റെയിൽസ് ഉണ്ട്, അതുപോലെ തന്നെ സീരിയൽ നമ്പർ, മദർ ബോർഡ്, ബാറ്ററി, റിയർ ക്യാമറ, ഫ്രണ്ട് ക്യാമറ, സ്ക്രീൻ സീരിയൽ നമ്പർ, ഇതെല്ലാം ഉണ്ട്. ടെസ്റ്റ് സ്കോർ വന്നിട്ടുള്ളത് 98 ആണ്. അത് 2 പോയിൻറ്റ് കുറയാനുള്ള മെയിൻ റീസൺ ഈ ഒരു ബാറ്ററി ഹെൽത്ത് എന്നുള്ളതാണ്. ഞാൻ ഈ ഫോൺ മേടിക്കുന്നതിന് മുമ്പ് യൂട്യൂബിൽ ഒരുപാട് റിവ്യൂസ് നോക്കിയിട്ടുണ്ടായിരുന്നു ക്യാഷ്ഫൈയുടെ. അപ്പോൾ അവരെല്ലാം അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫോണുകൾ ക്യാഷ്ഫൈയുടെ ഒരു സ്പെഷ്യൽ ബോക്സിൽ വരുന്നു. അതിൽ തന്നെ ഫോണിൻ്റെ ചാർജറും അതുപോലെ തന്നെ ലൈറ്റ്നിങ് കേബിളും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഡെലിവർ ആയിട്ടുള്ള കവർ എന്ന് പറയുന്നത് ജെനുവിൻ ഐഫോണിൻ്റെ പാക്ക് തന്നെയാണ്, ബോക്സ് തന്നെയാണ്. പക്ഷേ അതിനൊരു പ്രശ്നം ഫീൽ ചെയ്തത് അത് ഭയങ്കര പഴയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ചാർജിങ് കേബിൾ മേ ബി ജെനുവിൻ ആയിരിക്കാം, പക്ഷേ അങ്ങനെ ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ കുറച്ച് റസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലൈറ്റ്നിങ് പോർട്ടിൻ്റെ അവിടെ. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു കേബിൾ വാങ്ങിയിട്ടാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത്ര വലിയൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ എടുക്കാം.